ഞാൻ പള്ളിയിലെത്തിയപ്പോൾ അവിടെ മഗ്‌രിബ് നിസ്കാരം നടക്കുകയാണ്. ഇമാം രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്ത് മുതൽ പിന്തുടരുന്നു. അപ്പോൾ ഇമാം ചെയ്യുന്നത് പോലെയാണോ ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് ഇമാം അത്തഹിയാത്തിൽ ആണെങ്കിൽ നമ്മളും അത്തഹിയാത്തിലാണോ ഇരിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ശബ്ദങ്ങൾ പിറകു വശത്തുനിന്ന് കേൾക്കുകയുണ്ടായി. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തായിരുന്നു ശബ്ദം കേട്ടിരുന്നത് എന്നാണ്. അപ്പോൾ ജമാഅത്ത് നിസ്കാരം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഓടി വന്നു, അപ്പോഴുണ്ടായ ശബ്ദമായിരുന്നു എന്നാണ് സഹാബിമാർ പറഞ്ഞത്. ഇപ്പോൾ ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലെ കാര്യം കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ഇമാം തുർമുദി ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയൊരു ഉപദേശം, ഫമ അദ്റക്തും, അഥവാ അതിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഉപദേശം, നിങ്ങൾ നിസ്കാരത്തിലേക്ക് ഓടി വരരുത്, സക്കീനത്ത് അഥവാ ശാന്തതയോടുകൂടി വേണം വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഫമ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് എവിടെയാണോ ലഭിച്ചത് ഇമാമിൻ്റെ കൂടെ ആ ലഭിച്ചത് മുതൽ നിങ്ങൾ നിസ്കരിക്കുക. മാത്രവുമല്ല വീണ്ടും പറഞ്ഞു വമ ഫാത്തക്കും ഫഅതിമ്മു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നാണ്. അവിടെ പ്രത്യേകമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ അതല്ലെങ്കിൽ പഠിപ്പിച്ച ഭാഗമാണ് ഫമ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് എവിടെയാണോ ലഭിച്ചത് അവിടെ നിങ്ങൾ നിസ്കരിക്കുക എന്നതാണ്. അപ്പോൾ ഇമാമ് അത്തഹിയാത്തിലിരിക്കുന്ന സമയത്താണ് നമ്മൾ ചൊല്ലുന്നത് എങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം ആദ്യം ചൊല്ലുക. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അത്തഹിയാത്തിലേക്ക് നേരെ പോവുകയാണ് വേണ്ടത്. അതല്ല സുജൂദിലാണെങ്കിൽ സുജൂദിലേക്കാണ് പോകേണ്ടത്, റുക്കോയിലാണെങ്കിൽ റുക്കോയിലേക്കാണ് പോകേണ്ടത്. ഒന്നാമത്തെ തക്ബീർ തക്ബീറത്തുൽ ഇഹ്റാമാണ്. രണ്ടാമത്തെ തക്ബീർ ഖിയാമിൽ നിന്ന് നേരെ മറ്റൊരു റുക്നിലേക്ക് പോകുമ്പോഴുള്ള തക്ബീറാണ്. ഇനി ഒരാൾ അല്ലാഹു അക്ബർ എന്ന ഒറ്റ പ്രാവശ്യം അഥവാ തക്ബീറത്തുൽ ഇഹ്റാമിൽ മാത്രമായി ഒതുക്കി നേരെ സുജൂദിലേക്കോ അതല്ലെങ്കിൽ ഇമാം നിൽക്കുന്ന റുക്കോയിലേക്കോ അതും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തശഹുദിലേക്കൊക്കെ നേരെ പോവുകയാണെങ്കിൽ അത് മതി എന്നും ഫുഖഹാക്കൾ കൂട്ടത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ രണ്ട് രീതിയും ശരിയാണ്. എന്നാൽ കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കുന്നതും സുന്നത്തിൻ്റെ രീതി തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക, ഉടനെ തന്നെ അടുത്ത തക്ബീർ ചൊല്ലിക്കൊണ്ട് ആ രീതിയിലേക്ക് പോവുക എന്നതാണ്. നിസ്കാരത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ഇമാം എന്താണോ ചെയ്യുന്നത് അത് ഇമാമിനെ അതേ രൂപത്തിൽ പിന്തുടരുകയാണ് വേണ്ടത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം, ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇമാം പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. ഫഇദ കബ്ബറൽ ഇമാമു ഫകബ്ബിറു, ഇമാം തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. ഫഇദ റകഅൽ ഇമാമു ഫർക്കഉ, ഇമാം റുക്കോയ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റുക്കോയ് ചെയ്യുക. നിങ്ങൾ ഇമാമിൻ്റെ മുമ്പ് റുക്കോയ് ചെയ്യരുത്, ഇമാമിൻ്റെ മുമ്പ് സുജൂദ് ചെയ്യരുത് എന്നൊക്കെ കാണാം. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്. ഇമാമിനേക്കാൾ സ്പീഡിൽ, ഇമാമിനേക്കാൾ വേഗതയിൽ ഇമാമിൻ്റെ മുമ്പിലായിക്കൊണ്ട് പോകുന്ന രൂപത്തിൽ ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അടിച്ചിട്ട് പറഞ്ഞു, നീ സ്വന്തമായി നിസ്കരിച്ചതുമില്ല, ഒറ്റയ്ക്ക് നിസ്കരിച്ചതുമില്ല, നീ ഇമാമിനെ പിന്തുടർന്നതുമില്ല എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിസ്കാരത്തിലേക്ക് നമ്മൾ ചെല്ലുന്ന ഘട്ടത്തിൽ ഇമാമ് ഏത് അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ തന്നെ ഇമാമിനെ പിന്തുടരുക എന്നതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അത്തഹിയാത്തിലാണെങ്കിൽ അത്തഹിയാത്തിലേക്ക് നേരെ ചെല്ലുകയാണ് വേണ്ടത്. അതിനുശേഷം പിന്നീട് സലാം വീട്ടിയതിന് ശേഷം എണീറ്റ് നമുക്ക് നഷ്ടപ്പെട്ട ഭാഗങ്ങൾ വീണ്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.